തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ BJP ഓഫീസിൽ ആഹ്ലാദത്തിൽ തന്നെയാണ്, വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇത്തവണ വലിയ ആവേശത്തിൽ തന്നെയാണ്. അദ്ദേഹം ഈ 35,000-ഓളം വോട്ട് ലീഡ് ചെയ്യാണ് ഇപ്പോൾ. ചേട്ടൻ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. എടുത്ത് കാണിച്ചു. തൃശ്ശൂർ എടുത്തല്ലേ? ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നിട്ടാരാ എടുത്തു. തൃശ്ശൂർ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഉറപ്പാണ്. തൃശ്ശൂർ കൊടുത്തു സുരേഷന് കൊടുത്തു. താമര വിരിഞ്ഞു. സുരേഷന് വേണം, തൃശ്ശൂരുകാർക്ക് സുരേഷന് വേണം. തൃശ്ശൂർക്കാര് ഈ ഇലക്ഷനിൽ കൊടുത്ത മറുപടി എന്ന വർഗീയതയ്ക്ക് അതിനുള്ള മറുപടി. LDF-നും UDF-നും പരിപൂർണ വർഗീയ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ കാണുന്ന ലീഡ്. ഒരു വേർതിരിവില്ലാതെ തൃശ്ശൂരുകാരെ ഒരേ മനസ്സോടെ വോട്ടിംഗ് യന്ത്രം കുത്തിപ്പൊത്തി ജയിപ്പിച്ച ജയം. ഇത് ജനവിധിയാണ്. ഞങ്ങള് പ്രതീക്ഷിച്ചു തന്നെ. ഞങ്ങള് എടുക്കല, ഞങ്ങള് കൊടുക്കുക സുരേഷ് ഗോപിക്ക്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിന്റെ വികസനം മുരട്ട് അതിൽ നിന്നും മാറ്റി തൃശ്ശൂരിനെ വികസന പാതയിലേക്ക് നയിക്കും. അതല്ല, ഈ ഇലക്ഷന് തൃശ്ശൂര് 3 സ്ഥാനാർത്ഥികളിൽ വികസനത്തെ കുറിച്ച് മാത്രം സംസാരിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ എടുത്ത് ഇത് തെറ്റാണെന്ന് തെളിയിക്കാം. മറ്റെല്ലാവരും ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരത്തിന് നിൽക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞപ്പോ ഇവിടെ 5 പ്ലാൻ മനസ്സിലുണ്ടെന്നും അത് പ്രാവർത്തികമാക്കാനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ വോട്ട് ചോദിച്ചിറങ്ങിയ ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർക്കാർ എല്ലാ വേർതിരിവുകൾക്കും അതീതമായി കുത്തി പൊട്ടിച്ച് ജയിപ്പിക്കുന്നത്. തീർച്ചയായും പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇത്രയധികം വോട്ട് അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും. അവരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി എടുത്തു. മനസ്സുകൾ തൃശ്ശൂർ നഗരത്തില്, അതായത് അത്രയും ജനങ്ങള്, അതായത് നിങ്ങൾ ജസ്റ്റ് ഈ ക്യാമറ കണ്ണുകൾ ഈ പോലീസുകാരുടെ മുഖത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വരെ ചിരിയാണ്, കാരണം സന്തോഷത്തിനാണ്. അവരുടെ മനസ്സിൽ കണ്ടോ താമര ഞങ്ങളെ ദുഃഖിപ്പിച്ചപ്പോ എല്ലാവരും ചിന്തിക്കണായിരുന്നു ഈ വിജയം ഞങ്ങൾക്ക് മാത്രം. സുരേഷ് ചേട്ടന് ഇത് തൃശ്ശൂർക്കാരൻ മാത്രം ഒരു ഇതല്ല, കാരണം ഈ ലോകം മൊത്തത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നാളുകളായിട്ട് തൃശ്ശൂരം ഭംഗിയായിട്ട് നടന്ന തൃശ്ശൂർ പൂരം, പാറമേക്കാവ് തിരുവമ്പാടിയുടെ അത്രയും അസാധ്യകരമായ വെടിക്കെട്ട് നടന്ന തൃശ്ശൂർ പൂരത്തെ കളങ്കപ്പെടുത്തിയ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ഒരു മുൻതൂക്കം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ LDF-ആരായാലും UDF-ആരായാലും ഒരേപോലെ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ BJPക്ക്. കാരണം ഇന്ന് വരേക്കും ഒരു മാറ്റത്തിന് ഒരു വോട്ട്. അത് മാത്രമല്ല സുരേഷ് ഗോപി തൃശ്ശൂർ ഇടുക്കുന്നു മാത്രമല്ല പറഞ്ഞാണ്, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന പറഞ്ഞാണ്. അതേപോലെ തന്നെ ഏറ്റെടുത്തു. അതേപോലെ തന്നെ തൃശ്ശൂർ നഗരം അത്രയും നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അത്ര ആളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത്രയും നല്ല രീതിയിൽ തൃശ്ശൂർ ജനങ്ങള് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിങ് സുരേഷ് ഗോപി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രമന്ത്രി ആവും എന്നുള്ള ഒരു അത്യത. തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി, അത് ഞങ്ങളുടെ ഒരു ഉറപ്പാണ്, അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് കാരണം കൊണ്ട് വന്ദേ മാതരം തൃശ്ശൂർ അക്കൗണ്ട് മാത്രമല്ല താമരയും വരെ മാറിത്ത താമര തൃശ്ശൂര് കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്നും. തൃശ്ശൂർ ഇപ്പൊ അക്കൗണ്ട് മാത്രമല്ല തുറക്കുന്ന താമര വരെയൊന്നും പറഞ്ഞില്ല എല്ലാവരും. അക്കൗണ്ട് മാത്രമല്ല തുറന്നിട്ടുള്ളത്, തൃശ്ശൂർ അക്കൗണ്ട് തുറന്നു, കേരളത്തിൽ അക്കൗണ്ട് തുറന്നു.
എന്തായാലും എല്ലാവർക്കും വളരെയധികം ആവേശത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തകരും. അവർക്ക് തന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. തൃശ്ശൂക്കാരുടെ ഡയലോഗ് അല്ല, തൃശ്ശൂക്കാരുടെ ഡയലോഗ് എന്ന് പറഞ്ഞാ ഗഡിയേ ഇതുണ്ടല്ലോ, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാ. ഇനി നോക്കിക്കോ നീ നോക്കിക്കോ. തീർച്ചയായും അത്രയധികം ആവേശത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രവർത്തകരും പ്രതികരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിജയാഹ്ലാദത്തിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും BJP പ്രവർത്തകർ ഉപരിയായി പൊതുജനങ്ങളും ഈ ഒരു വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുവാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ വിപിൻ ഗോതച്ചിർക്കൊപ്പം M മനോജ്.